സ്വർണ്ണ വിലക്കയറ്റം കൊണ്ട് ഇന്ത്യൻ കുടുംബങ്ങളുടെ സ്വത്ത് കൂടി, സ്വർണ്ണ പണയവും കൂടി. എന്നാൽ അതിനൊത്ത് ഉപഭോഗം കൂടിയിട്ടുണ്ടോ? ഇല്ലെന്ന് പഠനം. GST ഇളവ് ഉപഭോഗത്തിലുണ്ടാക്കിയ വർധന പോലെയല്ല കാര്യങ്ങൾ. സ്വർണ്ണവിലയ്ക്കൊപ്പം പണയവും കൂടിയത് യഥാർത്ഥത്തിൽ കുടുംബങ്ങളുടെ സാമ്പത്തിക പ്രയാസമാണ് വരച്ചു കാട്ടുന്നതെന്നും സിസ്റ്റമാറ്റിക്സ് റിസർച്ച് പഠനം. 24,000 ടൺ സ്വർണ്ണാഭരണം, അതായത് ലോകത്താകെയുള്ളതിന്റെ 11% ഇന്ത്യൻ കുടുംബങ്ങളിലാണ് എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക്. പറഞ്ഞിട്ടെന്ത്? സർക്കാർ രക്ഷിക്കാൻ മുതലിറക്കിയിട്ടും പച്ച പിടിക്കാത്ത വോഡാഫോൺ ഐഡിയയുടെ ഓഹരിക്ക് ഇന്ന് പൊടുന്നനെ 10% കയറ്റം. കമ്പനിയുടെ 2016-17 വരെയുള്ള മൊത്ത വരുമാനത്തിന്മേലുള്ള കുടിശ്ശിക വീണ്ടും ഒന്ന് വിലയിരുത്തുന്ന കാര്യം പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ പിന്തുണച്ച സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഇത്. കടഭാരം കുറച്ചെടുക്കാനുള്ള നടപടികളുടെ വകയിൽ 49% ഓഹരിയും ഇതിനകം തന്നെ സർക്കാരിന്റെ കൈവശം. ഇനിയെങ്കിലും കരകയറുമോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൊൽക്കത്തയിൽ കഴിഞ്ഞ ഇന്റേൺഷിപ്പിൽ പഠിച്ചിറങ്ങിയ 470 പേർക്കും പ്ലേസ്മെന്റ്. ആകെ ലഭിച്ച ഓഫറുകൾ അതിനേക്കാൾ 510. ശരാശരി സ്റ്റൈഫൻഡ് 1.85 ലക്ഷം രൂപ. അന്താരാഷ്ട്ര ജോലി ഓഫറുകളിലെ പരമാവധി പ്രതിഫല തുക പ്രതിമാസം 6 ലക്ഷം രൂപ. ട്രംപിന്റെ വ്യാപാര ചുങ്കം മൂലം അമേരിക്കക്കാർക്ക് കാപ്പി കുടിക്കാൻ ചെലവേറി. ചുരുങ്ങിയത് 15%. 99% കാപ്പിയും ഇറക്കുമതി ചെയ്യുന്ന നാടാണ് US. ഏറ്റവും കൂടുതൽ കാപ്പി എത്തുന്നത് ബ്രസീലിൽ നിന്ന്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.